ഇതുപോലെ നിരവധി യുവതികൾ മരിച്ചില്ലയോ? ഓർത്തിട്ട് എന്താ കൽബ് ഞെട്ടുന്നില്ലയോ? ഈ ചിന്തയിൽ ബി ഫാത്തിമ കരഞ്ഞില്ലയോ? അവരന്ന് മധുവിധു തന്നെയും മറന്നില്ലയോ? അവർക്കുള്ള പുതുമാരൻ അലിയാരല്ലയോ? അവരിരുവരും അന്ന് സുജൂദിലായി കഴിഞ്ഞില്ലയോ? ഇവരന്യ പുരുഷനിൽ നിന്നൊഴിഞ്ഞവരല്ലയോ? നേതൃത്വവും സ്വർഗത്തിലന്ന് അവർക്കല്ലയോ? ജിസ്മാനിയായ നഫാസത്താണേ സീനത്ത്, അതിലാ ജനങ്ങൾക്കുള്ള മുഴുവൻ റഗ്ബത്ത്. റുഹാനിയായ നഫാസത്തിൽ മുന്തഖവയ, റബ്ബിൻ്റെ അടുക്കൽ സീറ്റ് അതിനും തന്നെയാ. സൗന്ദര്യമന്നരിൽ കാട്ടരും ശരിയല്ല, അതിനുള്ള തെളിവിന് കൂടുതൽ തരുന്നില്ല. ഇതുപോലെ ശറഅ് മുങ്കറായി പറയുന്നത് ഇന്നുള്ള മിക്കതിലും അതാ നടക്കുന്നത്. അതുകൊണ്ട് അവ ഉൾക്കൊണ്ട കല്യാണങ്ങളിൽ പാടില്ല പങ്കെടുക്കൽ ഹറാമാദിയമമിൽ. ഫിർഖാത്ത് 3 നോക്കിയാൽ കാണുന്നതാ, 480 3 ചേർന്നതാ. പറയുന്നു സയ്യിദുനാ അലി റളിയല്ലാഹ്, ചോദിച്ചു സദസ്സിൽ മുസ്തഫ സല്ലല്ലാഹ്, സ്ത്രീകൾക്ക് ഖൈറേതെന്ന് പറയുക നിങ്ങളും, മറുപടി കൊടുക്കാതെ പിരിഞ്ഞത് ഞങ്ങളും. വീട്ടിൽ കടന്നു അലി ഫാത്തിമയോടിത് ചോദിച്ചതിന് ജവാബ് ഇതാണ് കൊടുത്തത്: കാണാതിരിക്കണം അന്യപുരുഷൻ അവളെയും, അതിലാണ് പെണ്ണിന് ഖൈറ് ഇന്നും നാളെയും. പിന്നീട് സയ്യിദുനാ അലി നബിയോട് വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞവരോട്, ഒരു കഷണമാണവളും അതിനിൽ നിന്ന. അപ്പോൾ ജവാബ് പറഞ്ഞതും ശരി തന്നാ.